ഇതിൽ ഒന്നാമത്തെ ചോദ്യം, കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ അവസാനത്തെ 10-ൽ രാത്രി 2 മണിക്ക് ഖിയാമുൽ ലൈലായി നമസ്കരിച്ചിരുന്നു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി നമസ്കാരം ഉണ്ടായിരിക്കില്ല, അങ്ങനെ ഒരു രീതി നമ്മൾക്കില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ റമദാനിലെ ഖിയാമുൽ ലൈലിൽ, തറാവിഹിലെ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിലെ ഖുനൂത്ത് എന്നീ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്താണ്? റമദാനിലെ ഖിയാമുൽ ലൈലിനെ കുറിച്ചും അതേപോലെ തന്നെ തറാവിഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിലെ ഖുനൂത്തിനെ കുറിച്ചുമാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഹംസ മദീനിയെ ഉത്തരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഒരു ചോദ്യം, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഖിയാമുൽ ലൈൽ തഹജ്ജുദായി നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. റമദാനിലെ അവസാനത്തെ 10-ൽ നമ്മുടെയൊക്കെ പള്ളികളിൽ തഹജ്ജുദ് നമസ്കാരം സംഘടിപ്പിക്കും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, അഥവാ തഅഖീബ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തഅഖീബ് എന്ന് പറഞ്ഞാൽ റമദാനിൽ തറാവീഹ് നമസ്കരിച്ച് വിത്റാക്കാതെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും പള്ളിയിലേക്ക് വരികയും ബാക്കി നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രൂപം. അത് പഴയകാലം മുതൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഇത് പറ്റുമെന്നും പറ്റില്ല എന്നും പറയുന്ന ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ എന്താണ് വിഷയം? തറാവീഹ് 23-ഉം 40-ഉം 36-ഉം ഒക്കെ നമസ്കരിക്കാമെന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞവരുണ്ടല്ലോ. അവർ ഈ നമസ്കാരം സ്പ്ലിറ്റായിട്ട് നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന ഒരു വിഷയത്തിൽ തർക്കമുണ്ടായതാണ്. അതല്ലാതെ രാത്രി നമസ്കാരം നമ്മളൊക്കെ ഇപ്പോൾ നിർവഹിക്കുന്നത് പോലെ നമ്മൾ ഒന്നുകിൽ തറാവീഹ് നമസ്കരിക്കും, അല്ലെങ്കിൽ തറാവീഹ് ഒഴിവാക്കിയിട്ട് തഹജ്ജുദ് നമസ്കരിക്കും. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ തർക്കമേ ഇല്ല മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ. ഓരോരുത്തർക്കും ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ മുമ്പ് എപ്പോഴാണോ നമസ്കരിക്കാൻ സാധിക്കുന്നത്, അത് ഒറ്റക്കായിട്ടോ ജമാഅത്തായിട്ടോ എപ്പോഴാണോ അവർക്ക് നമസ്കരിക്കാൻ സാധിക്കുക, ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? ജമാഅത്ത് സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം. അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ 11 നിസ്കരിക്കുന്നുള്ളൂ. ആ നമസ്കാരം ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഈ രൂപത്തിൽ ഉള്ള ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാർക്കോ ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമുണ്ടല്ലോ, എന്ത് തറാവീഹ് എത്രയും നമസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ ആ നമസ്കാരം തന്നെ 2 സമയങ്ങളിലായിട്ട് നമസ്കരിക്കുക. അതിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഒരിക്കലും അത് ശരിയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? തറാവീഹായിട്ട് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാം, അതേപോലെ തന്നെ തഹജ്ജുദായിട്ട് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാം, രണ്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നവർ, തറാവീഹായിട്ട് നിസ്കരിക്കുന്നവർ ഇമാമിൻ്റെ കൂടെ അത് പൂർണ്ണമായിട്ടാണ് നിസ്കരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തഹജ്ജുദ് അത് ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്നതാണ് നല്ലത്. രണ്ടാക്കുന്നതിൻ്റെ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം വിത്റിലെ ഖുനൂത്തിനെ സംബന്ധിച്ചാണ്. വിത്റിലെ ഖുനൂത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണം, അത് ദുആഉൻ മശ്റൂ എന്നാണ്, അഥവാ അനുവദിക്കപ്പെട്ട ഒരു പ്രാർത്ഥന എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിത്റിലെ ഖുനൂത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ.
അപ്പോൾ അതൊരു അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് പ്രത്യേകമായ ഒരു സുന്നത്തായിട്ടോ അല്ലെങ്കിൽ അതൊരു ബിദ്അത്തായിട്ടോ രണ്ടുമല്ല. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതാണ് അതിൻ്റെ ശരിയായ ഇസ്ലാമികമായ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ് ഖൈർ. രണ്ടാമത്തെ ചോദ്യം, സക്കാത്ത് സംഘടിതമാണല്ലോ, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. ഒരു വർഷത്തെ സക്കാത്ത് സംഘടിതമായി പിരിച്ചെടുത്താൽ ആ സക്കാത്ത് വിഹിതം അതേ വർഷം തന്നെ പൂർണ്ണമായി വിതരണം ചെയ്യേണ്ടതുണ്ടോ? എത്ര ശതമാനം നമുക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ബാക്കി വെക്കാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ സക്കാത്ത് പിരിച്ചെടുക്കുന്നത് കമ്മിറ്റികളാണല്ലോ പലപ്പോഴും. സക്കാത്ത് കമ്മിറ്റികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ, അത് കമ്മിറ്റികൾ പിരിച്ചെടുക്കുമ്പോൾ നമ്മളൊരു വക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. ജനങ്ങളുടെ സക്കാത്ത് നമ്മൾ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി അവർക്ക് നൽകാം എന്നുള്ളൊരു വക്കാലത്താണ് കമ്മിറ്റികൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ആ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ തങ്ങളുടെ സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ആളുകൾ അത് ചെയ്യുക തന്നെ വേണം. അത് വേഗത്തിൽ വിതരണം ചെയ്യാണ് വേണ്ടത്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. വേഗത്തിൽ തന്നെ അത് വിതരണം ചെയ്യണം. പിന്നെ ഇവരെ നേരത്തെ തന്നെ നമ്മൾ അറിയിക്കുകയാണ്, ഞങ്ങൾ ഇത്ര ഒരു ശതമാനം എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കും എന്ന് ആരെ അറിയിച്ചുകൊണ്ടായിരിക്കണം? സക്കാത്ത് നൽകുന്ന ആളുകളെ അറിയിച്ചുകൊണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു സംഖ്യ അതിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ മാറ്റിവെക്കേണ്ടത്. ഇപ്പോൾ ആധുനികരായ പല പണ്ഡിതന്മാരും സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കാനും അതേപോലെ തന്നെ അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും പല നാടിൻ്റെ സാഹചര്യങ്ങളും അനുസരിച്ച് പട്ടിണി, അതേപോലെ തന്നെ രോഗങ്ങൾ, മറ്റു പലതും ഓരോ സീസണുകളിലുണ്ടാകും. ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഇത്തരം സക്കാത്തിൻ്റെ വിഹിതങ്ങൾ മാറ്റിവെക്കൽ അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകിയത് കാണാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുകയല്ല, കഴിയുന്നതും അത് നേരത്തെ തന്നെ വിതരണം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുണ്ടാകും എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ചെറിയ ഒരു വിഹിതം മാറ്റിവെക്കുകയും അത് സക്കാത്ത് ദാതാക്കളെ അറിയിക്കുകയും ചെയ്യേണ്ടത് കമ്മിറ്റിയുടെ ബാധ്യതയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. മാറ്റിവെച്ച് അടുത്ത സക്കാത്തിൻ്റെ അല്ലെങ്കിൽ റമദാനിലാണല്ലോ പൊതുവെ ഈ കമ്മിറ്റികളൊക്കെ സജീവമാകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് തീർക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ആ തനത് വർഷത്തിന് എന്ത് ചെയ്യണം, അത് പൂർണ്ണമായിട്ട് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാത്ത രൂപത്തിൽ തീർത്തു പോകണം എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, നിർബന്ധിത സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ പിന്നീട് ആ നോമ്പ് നോറ്റ് വീട്ടുമ്പോൾ റമദാനിൽ എടുക്കുന്ന നോമ്പിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുമോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാനിലെ നോമ്പിന് റമദാനിൽ തന്നെ ആ പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സാധിക്കുമെങ്കിൽ ആ നോമ്പ് റമദാനിൽ തന്നെ എടുക്കണം. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല, പുരുഷനാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, അത്ര നോമ്പെടുക്കാൻ പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ ആണെങ്കിൽ മാറ്റിവെക്കാം. അതല്ല, ശാരീരികമായിട്ട് നോമ്പെടുക്കുക എന്നത് പ്രയാസമായി വരുന്ന ഒരു അവസ്ഥ ഇല്ല എങ്കിൽ പഠിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ കുറച്ച് ആശ്വാസത്തിലിരുന്ന് പഠിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ട് പഠിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അതൊരിക്കലും അനുവദനീയമല്ല. നോമ്പ് എന്ന് റമദാനിലെ ഒരു പകലിൻ്റെ, റമദാൻ മാസത്തിലെ ആ പകലിൻ്റെ പവിത്രത നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ശാരീരികമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഘട്ടത്തിൽ നോമ്പ് ഒഴിവാക്കാനേ പാടില്ല. അതല്ല, ശാരീരികമായി പ്രയാസം അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ അവർക്ക് ആ നോമ്പ് ഒഴിവാക്കുകയും മറ്റൊരു സമയത്ത് നോറ്റ് വീട്ടുകയും ചെയ്യാവുന്നതാണ്. എന്നാലും റമദാനിൽ കിട്ടുന്ന ആ ഒരു പ്രതിഫലം
നോറ്റ് വീട്ടുന്ന നോമ്പിന് കിട്ടില്ല. നമ്മുടെ ബാധ്യത വീടും, നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ റമദാൻ എന്ന കാലഘട്ടത്തിൻ്റെ മഹത്വവും അതിൻ്റെ ഫളിലും നമുക്ക് ലഭിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്തൊരു വിദ്യാർത്ഥിനിയുടെ ചോദ്യമാണ്. യൂണിവേഴ്സിറ്റി എക്സാം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് പരീക്ഷ എഴുതാൻ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ നോമ്പുകൾ പിന്നീട് നോറ്റു വീട്ടിയാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതിനുത്തരമുണ്ട്. അഥവാ ഇപ്പോൾ എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയുള്ള യാത്ര, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ആ യാത്ര പരിഗണിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കാമെന്ന് പറയാം. എന്നാൽ പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ അതിനു വേണ്ടിയാണെങ്കിൽ റമദാനിൻ്റെ പകൽ ഒരിക്കലും നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ നോമ്പെടുത്തുകൊണ്ട് തന്നെയാണ് ആ എക്സാം എഴുതേണ്ടുന്നത്. അള്ളാഹു അതിലൊരു ബറക്കത്ത് നൽകും ഇൻഷാ അല്ലാഹ്. ഇത്രയാണ് ഇവിടെ എഴുതി കിട്ടിയ ചോദ്യങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുള്ളത്. റമദാന്റെ മുദ്ദിന്റെ വിഹിതം എങ്ങനെയാണ്? റമദാനിൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി ഭാവിയിൽ അവർക്കത് നോറ്റ് വീട്ടാനും കഴിയില്ല എങ്കിലാണ് മുദ്ദ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രൂപമുള്ളത്. രണ്ട് കാര്യങ്ങൾ: റമദാനിൽ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, ഭാവിയിൽ അത് നോറ്റ് വീട്ടാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഒരു അഗതിയുടെ ഭക്ഷണം നൽകുക എന്ന് പറയുന്ന സംവിധാനമുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉള്ളത് പ്രായാധിക്യത്തിലെത്തി ഇനി ഒരിക്കലും നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, രണ്ടാമത് നിത്യരോഗിയായിട്ടുള്ള ആളുകൾ, ഇവർക്കാണ് ഈ ഒരു സംവിധാനമുള്ളത്. അവരത് കൊടുക്കേണ്ടുന്നത് ഒരു നേരത്തെ ഒരാളുടെ ഭക്ഷണം എന്നതാണ്. അത് കണക്കാക്കുന്നത് ഒരു മുദ്ദ് എന്നാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളുടെ ഒരു ഒത്ത കൈക്ക് രണ്ട് കൈകളും കൂടി കൂട്ടി വാരിയാൽ കിട്ടുന്ന ധാന്യം, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ അരിയുടെ തൂക്കം വെച്ച് നോക്കുമ്പോൾ ഒരു 750 ഗ്രാം 800 ഗ്രാം, അത് നമുക്ക് കുറച്ചും കൂടി ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 1 കിലോ കണക്കാക്കിയാണ്ട് കൊടുത്താൽ ആ ബാധ്യത വീടും ഇൻഷാ അല്ലാഹ്. മുമ്പ് വന്ന ചോദ്യത്തിൻ്റെ ഒരു ബാക്കി ചോദ്യമാണിത്. ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ തറാവീഹ് 8 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ? ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ തറാവീഹ് 8 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ? അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഖിയാമുൽ ലൈൽ 11 റക്അത്ത്, തറാവീഹ് അതും 11 റക്അത്ത്. അതിൽ 8 നമസ്കരിച്ച് പോയിട്ട് പിന്നെ ഖിയാമുൽ ലൈലിൻ്റെ നേരത്ത് വന്നിട്ട് അതിൽ കൂടാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, രാത്രി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നമസ്കരിച്ചു എന്നതാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരം തറാവീഹ് അല്ലെങ്കിൽ തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ എന്നീ നിയ്യത്തുകളിൽ 11 നമസ്കരിക്കാവൂ. അതിലധികം ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അത് സ്വതന്ത്രമായ മുത്ലഖായ സുന്നത്ത് എന്ന അർത്ഥത്തിൽ നമുക്ക് പകലിലോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 3 സമയങ്ങളുണ്ട്. ആ 3 സമയങ്ങളല്ലാത്ത ഏത് സമയത്തും വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ നമുക്ക് എന്ത് ചെയ്യാം? 2 റക്അത്തുകൾ വീതം നമസ്കരിക്കാം. 2, 4, 6, 8 ഒക്കെ നിസ്കരിക്കാം. ആ രൂപത്തിൽ ആ നിയ്യത്തോടു കൂടി നിസ്കരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ല, രാത്രി നമസ്കാരം തഹജ്ജുദ് എന്ന നിയ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ എന്ന നിയ്യത്തോടു കൂടിയോ തറാവീഹ് നിസ്കരിച്ച ഒരാൾക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പറ്റില്ല. ആ വിലക്കപ്പെട്ട 3 സമയം ഏതാണ്? ഒന്ന്, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെയുള്ള സമയം. 2,
സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുന്ന സമയം അഥവാ ളുഹറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം. മൂന്നാമത്തത് അസ്ർ നമസ്കാരം കഴിഞ്ഞ് അതിനുശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. പത്ത് മണിയായിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ലാച്ച അവസാനിപ്പിക്കാം.